നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന SIR വോട്ടർ പട്ടികയുടെ അതിതീവ്ര സൂക്ഷ്മ പരിശോധന, അതിലേറ്റവും കൂടുതൽ സഹകരിക്കുന്ന ആരാണെന്നറിയാമോ? ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കില്ല, സുഡാപ്പികളാണ്, SDPIക്കാരാണ്. ഒരാൾ പോലും മിസ്സാവരുത് എന്ന ഉദ്ദേശത്തോടു കൂടി SIRനോട് ഏറ്റവും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് അവരാണ്. വിശ്വാസം വരുന്നില്ലല്ലേ? കണ്ടോക്ക്. ആ 65 ലക്ഷം പുറത്താക്കപ്പെട്ട ബീഹാറിലെ വോട്ടർമാരിൽ 90% മുസ്ലിങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്താ പ്രശ്നം? അവരെ കയ്യിൽ സ്വാഭാവികമായും ബീഹാറിന്റെ ഭൂമിശാസ്ത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രളയം ഉണ്ടാകുന്ന സ്ഥലമാണത്. ധാരാളം കുടിയേറ്റങ്ങൾ നടന്ന സ്ഥലമാണത്. ആധാർ പോലും രേഖകളായിട്ട് കയ്യിലില്ലാതെ ഈ രാജ്യത്തെ 10-70 വർഷം ജീവിച്ചുകൊണ്ടിരിക്കുന്ന 65 ലക്ഷം വരുന്ന ആളുകൾക്ക് ബീഹാർ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല. കേരളത്തിൽ ഈ SIR നടപ്പായി ഡിസംബർ മാസം ഇതിന്റെ കരട് വോട്ടർ പട്ടിക പബ്ലിഷ് ചെയ്യുന്നതോടുകൂടി കേരളത്തിലെ 50 ലക്ഷം വോട്ടർമാർ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താകുമെന്നാണ് ഇത് സംബന്ധിച്ച രാഷ്ട്രീയ നിരീക്ഷകരെ പറയുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിൽ അജണ്ട എന്താ? ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം SIRുമായി സഹകരിക്കേണ്ട എന്നല്ല. SIR എന്ന് പറയുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന പേര് ഇട്ട് വിളിക്കുന്ന ഈ പദ്ധതിയെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. SDPക്കാരാണ് ആദ്യം ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ലഘുലേഖയുമായി ഇത് സംബന്ധിച്ച ആശങ്ക അകറ്റുന്നതിന് വേണ്ടി ക്യാമ്പയിൻ നടത്തിയിട്ടുള്ളത്. ഇതിന്റെ അജണ്ട എന്താണെന്ന് നമ്മൾ പറയുമ്പോഴും ഈ SIR എന്ന് പറയുന്ന പദ്ധതിയുടെ മുഴുവൻ സാധ്യതകളും ഉപയോഗപ്പെടുത്തി നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളെയും ഡിസംബറിൽ പുറത്ത് പബ്ലിഷ് ചെയ്യുന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടം തേടുക എന്നതാണ് SDPയുടെ വളരെ പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അതോടുകൂടെ SDPI പറയുന്നു, ഈ SIRന്റെ പേരിൽ ഏതെങ്കിലും ഒരു പൗരന്റെ, ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഏതെങ്കിലും ഒരു പൗരന്റെ പൗരത്വം നിഷേധിക്കപ്പെടുന്ന പക്ഷം ആ വ്യക്തിയുടെ പൗരത്വം സ്ഥാപിക്കപ്പെടുന്നത് വരെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പോരാട്ട ഭൂമികയിൽ ജനാധിപത്യ പോരാട്ടത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ഒരു സംഘപരിവാറിന്റെ അജണ്ടയ്ക്ക് മുമ്പിലും ഇന്ത്യക്കാരായ നമ്മൾ മുട്ടുമടക്കില്ല എന്ന് തന്നെയാണ് SDPക്ക് ഇത് സംബന്ധിച്ച് പറയുവാനുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, ജനങ്ങൾക്കിടയിൽ ആദ്യമായി ഇതുമായി ക്യാമ്പയിൻ ഇത്രയും സെൻസിബിളായിട്ട്, ഇത്രയും വകതിരിവോടെ സംസാരിക്കുന്ന ഒരു സുഡാപ്പിയെ ഞാൻ ആദ്യം കാണുകയാണ്. പല രാഷ്ട്രീയ വിയോജിപ്പൊക്കെ ഉണ്ട്. അവർക്കൊരു പക്ഷേ വലിയ ആകുലത കാണും, ഈ പുറത്താക്കപ്പെടുന്നത് കൂടുതൽ മുസ്ലിം നാമധാരികളാണല്ലോ എന്ന്. സ്വാഭാവികം, ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നൊക്കെ കടന്നു വരുന്നവർ അങ്ങനെയുള്ളവരായിരിക്കുമല്ലോ. അവരുടെ കാര്യത്തിൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവർ പുറത്താവുക തന്നെ ചെയ്യും. ഇയാൾ ഈ പ്രസംഗത്തിന് അവസാന ഭാഗത്തേക്ക് പറയുന്ന ഒരു വാചകമുണ്ട്, അതാണ് ഞാൻ ശ്രദ്ധിച്ചത്, നിങ്ങളും ശ്രദ്ധിച്ചു കാണും എന്ന് വിചാരിക്കുന്നു. ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ആരെങ്കിലും പുറത്താവുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പോരാടുമെന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, സന്തോഷം. ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ആരും പുറത്തു പോയില്ല. ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർക്ക് പുറത്തു പോകാമല്ലോ, പുറത്താക്കണമല്ലോ. അതിൽ നിങ്ങളെന്നല്ല ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം SIR മാത്രമല്ല, ഇവിടെ ഈ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് 2025 മാർച്ച് മാസം പാർലമെൻറ്റ് പാസ്സാക്കി. അത് സെപ്റ്റംബർ 1 നിയമമായി. അതിനു മുമ്പ് രാഷ്ട്രപതി ഒപ്പുവെച്ചു, നിയമമായി. ഇപ്പോൾ അതിലെ ഉദ്യോഗസ്ഥർ ഇവിടെ ആ കാര്യം വളരെ കാര്യക്ഷമമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർന്ന് തീർച്ചയായിട്ടും ഇന്ത്യക്കാരല്ലാത്ത പൗരന്മാരെ അവർ കണ്ടെത്തും, പുറത്താക്കും. 5 വർഷം ജയിലിൽ കിടക്കണം, അതിനുശേഷം പുറത്താക്കും. അപ്പോൾ അത് ശരിക്കും പൗരത്വ പരിശോധന തന്നെയാണ്. ഒരു NRCയോ അല്ലെങ്കിൽ CIക്ക് ശേഷം NRCയോ അതിൻ്റെ അപ്പുറത്തെ സാധനമൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, നിയമമായി കഴിഞ്ഞു. ഇന്ത്യയിൽ കടന്നു കയറി ഇവിടുത്തെ പൗരന്മാരല്ലാത്ത അല്ലെങ്കിൽ മതിയായ രേഖകളില്ലാത്ത ആരെയും പിടിച്ച് 5 വർഷം അകത്തിടാം, 5 ലക്ഷം ഫൈനുണ്ട്, അതിനുശേഷം ഡീപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ളവരെ SDPI അല്ല, ഇനി ആര് തന്നെ വിചാരിച്ചാലും രക്ഷപ്പെടുത്താനും പറ്റില്ല. അതിനാൽ അയാൾ ആ പ്രസംഗത്തിൽ വളരെ കൃത്യതയോടെ പറഞ്ഞ് അവസാനം വരുന്നു, ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ആരെങ്കിലും പുറത്തു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ അവർക്ക് വേണ്ടി സംസാരിക്കണം. നമ്മൾ ഈയിടെ കണ്ടല്ലോ, ഒരു ഹിന്ദു നാമധാരിയാണ് ആ പെൺകുട്ടിയുടെ പേര്, ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു, പട്ടികയിലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തിരിച്ചു വന്നല്ലോ കോടതി മുഖാന്തരം. അപ്പോൾ അത് മുസ്ലിം മാത്രമല്ല, ഏത് മതത്തിനും ബാധകമാണ്, അങ്ങനെയും സംഭവിക്കാം. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഒപ്പം തന്നെ ഉണ്ടാകും. അത് നിങ്ങളുടെ സഹായമൊന്നും വേണ്ട. നിങ്ങളില്ലെങ്കിലും ഇന്ത്യക്കാരായിട്ടുള്ള ആരെങ്കിലും പട്ടികയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ അകത്താക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ, അകത്തെന്ന് പറഞ്ഞാൽ പട്ടികയ്ക്ക് അകത്താക്കാനുള്ള നടപടികൾ വേണമല്ലോ. അതിനിപ്പോൾ നിങ്ങൾ കടന്നുകൊണ്ട് പ്രസംഗിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യത്തിൽ നിങ്ങളെ അഭിനന്ദിക്കണം, ഈ ഒരു SIR എന്ന നടപടിയോട്
സഹകരിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണം നിങ്ങൾ നിങ്ങളുടെ സമുദായത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഈ വാക്സിനൊക്കെ വന്നപ്പോൾ വാക്സിൻ എടുക്കരുതെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ അന്ന് വലിയ ക്യാമ്പയിനും മറ്റുമൊക്കെ നടത്തിയത്. പക്ഷേ ഇതിനോട് സഹകരിക്കണം. നമ്മുടെ ഒരാൾ പോലും ആ പട്ടികയിൽ നിന്ന് പുറത്തു പോകരുത് എന്ന ഉദ്ദേശത്തോടു കൂടി. അത് നിങ്ങളുടെ പേടി കൊണ്ടാണ് എന്ന് നമുക്കറിയാം. പക്ഷേ എന്നാലും കറ നല്ലതാണ് എന്ന് പറയുന്ന പോലെ ആ ഒരു ശ്രമത്തിന്, ആ ഒരു സഹകരണത്തിന് തീർച്ചയായിട്ടും നല്ല നമസ്കാരം. കാരണം SIR വേണ്ട എന്നൊന്നുമല്ലല്ലോ പറയുന്നത്. SIRനോട് സഹകരിക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ നല്ല ബുദ്ധി നോക്കി പ്രവർത്തിക്കാൻ നോക്ക്.